വെൽക്കം ടു താനീസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമ്മളെ സ്കൂൾ തുറക്കാൻ പോവാണ്. അതിൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ചു. അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ ഞാൻ വിചാരിച്ചു. അപ്പം നമുക്ക് നേരെ ആ വീഡിയോയിലോട്ട് പോയാലോ. പോവാം. ഇനി ആ 6th ലോട്ടാണ് പോകുന്നത്. ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നിങ്ങളവിടെയൊക്കെ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടോ? മഴ തുടങ്ങിയില്ല. ഇനി സ്കൂൾ പോകുമ്പോഴൊക്കെ നല്ലൊരു ഇതായിരിക്കും, ഒരു വൈബായിരിക്കും. അപ്പം നമുക്ക് നേരെ ബാക്ക് ടു സ്കൂളിൻ്റെ ഐറ്റംസിലോട്ട് കിടക്കാം. അപ്പം ഗൈസ്, ഞാൻ എൻ്റെ ബാഗ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം ഗൈസ്, ഇതാണ് എൻ്റെ ബാഗ് എന്ന് പറയുന്നത്. ഈ ഒരു ബാഗ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് വരുന്ന ഒരു ബാഗാണ്. ഇതാണ് ബാഗ്. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ. ഇത് ഇങ്ങനെ ഉള്ളൊരു ഡിസൈനാണ്. ബാക്ക് നമ്മൾ സാധാരണ ഒരു ഡിസൈനും വന്നിട്ടുണ്ട്. ഇതേപോലെ രണ്ടെണ്ണം നമ്മൾ ഇതാക്കി ഇടുന്നതും പിന്നെ ഇതാണ് ഇതിൻ്റെ ഇത്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബാഗ് തന്നെയാണ്. നമുക്ക് ബോട്ടിൽ വെക്കാം. ഇവിടെ ഇപ്പുറത്ത് രണ്ട് സംഭവമുണ്ട്. പിന്നെ ഇത് ബ്രാൻഡഡ് ബാഗാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 1200 ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് 2 ഇയർ വരെ ഒന്നും ആവാണ്ട് നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ബാഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ബാഗ് തന്നെയാണ്. ഇതിൽ 4 ജിപ്പ് ഉണ്ട്. ഇത് 1 2 3 പിന്നെ മുന്നിൽ ഇത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കാം. അതിന് മുന്നേ ഈ സൈഡിൽ ഒരാളുണ്ട്. അപ്പം നമുക്ക് ഇവിടെ വെക്കട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞത് മഴയാണ്. അപ്പം സ്കൂളിലൊക്കെ എത്തിയാൽ ഈ മഴ പെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ മൊത്തം വെള്ളമാണെന്ന് വെച്ചാൽ ഒരു കുട വാങ്ങിച്ചത് നോർമൽ അംബ്രല്ലയാണ്. അതുകൊണ്ട് വലിയ ഡിസൈൻ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഇതൊരു ബ്രൗൺ കളർ അംബ്രല്ലയാണ്. നിങ്ങൾക്കൊരു ഗ്രാഫിക് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വരുന്നുണ്ട്. നല്ല രസമില്ലേ ഈ ഒരു ബ്രൗൺ കളർ അംബ്രല്ല? ഇതിനോട് മാച്ച് ആയി പോകുന്നതാണ് ഞാൻ ഇതിങ്ങനെ ഇട്ടത്. അപ്പം നമുക്ക് ഇതിവിടെ ഇങ്ങനെ വെക്കാം. ഒരു സൈഡിലാക്കി വെച്ച് വെക്കാം. അതാണ് നോട്ടെ. അപ്പം ഞാൻ എൻ്റെ ബാഗിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു. അപ്പോൾ ഫസ്റ്റ് സിപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് സിബ് നല്ല ക്യൂട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സിബ് നിങ്ങൾ നോക്കി നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സിബാണ് ഇതിൽ വരുന്നത്. കണ്ട? ഓക്കെ, അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇത് ഞാൻ ഓപ്പൺ ചെയ്തു. ഇനി ഇതിനകത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു നേരമായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ഐറ്റം എന്ന് വെച്ചാൽ നമ്മുടെ മാത്സിന് ഉപകാരമായ ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണ്. ഇൻസ്ട്രുമെന്റ് ബോക്സ് മെയിൻ നമുക്ക് അത്യാവശ്യമുള്ളതാണ്. ഈ 6th ലോട്ടാണ് പോകുന്നത്. കുറെ ആവശ്യം ഉണ്ടാവും. അതുകൊണ്ട് ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് നല്ല പിസ്ത പച്ച കളറാണ് ഗൈസ്. പിസ്ത പച്ച കളർ. ഞാൻ നിങ്ങൾക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ ഇതിൽ ഒരു റേസറും പിന്നെ അങ്ങനത്തെ സ്കെയിൽ അങ്ങനത്തെ ഇതിനകത്തുള്ള കുറച്ച് ഐറ്റംസുമാണ് ഇതിനകത്തുള്ളത്. നല്ല പിസ്ത പച്ച കളറായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് ഫസ്റ്റ് ഐറ്റം. സെക്കൻഡ് എന്ന് പറയുന്നത് ഞാൻ വെറുതെ ഇതിൽ വെച്ചാണ്. ഇത് ഒരു സ്കൂൾ ഐറ്റം അല്ല. എന്നാലും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ചെയ്ത ഒരു പെയിന്റ് ആണ്. ഇത് എനിക്ക് ഇങ്ങനെ പെയിന്റ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വെറുതെ ഇത് ചെയ്തപ്പോൾ ഞാൻ ഇതിനകത്ത് വെച്ചത്. അപ്പൊ ഇതാണ് എൻ്റെ ഒരു പെയിന്റിങ്. ഇത് സ്കൂളിലായിട്ടും അല്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ്. ഒരു ഗ്രേപ്പ് കളറിലുള്ള ഒരു പെയിന്റിങ്. ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇതാണ് സെക്കൻഡ് ഐറ്റം. ഫസ്റ്റ് സിബിലുള്ള സെക്കൻഡ് ഐറ്റം. ഇനി തേർഡ് ഐറ്റം നമുക്ക് നോക്കാം. അപ്പം ഇതാണ് അടുത്തത്. നെയിം സ്ലിപ്പ് അത്യാവശ്യമാണ്. എനിക്ക് തോന്നുന്നത് 6th കുറെ ബുക്സ് ഉണ്ടാവുന്ന. അപ്പം ഒരു 4 ഷീറ്റോളം ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നെയിം സ്ലിപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാണിച്ചു തരാം. ഇത് ഒരു ഷീറ്റ് കേട്ടോ. ഷീറ്റ് ഇത് ഞാൻ എനിക്ക് ഇങ്ങനത്തെ പ്രിന്റഡ്
ഇതിനു മുന്നേ എനിക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പൊ എനിക്ക് അതിനോടൊരു താല്പര്യം കുറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ സാധാ നമ്മളെ നെയിം സ്ലിപ്പില്ലേ, സാധാ ഇങ്ങനത്തെ നെയിം സ്ലിപ്പ് അതാണ് ഞാൻ ഇതാക്കുന്നത്. ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചത് ഒട്ടിക്കുമ്പോൾ വേഗം എളുപ്പത്തിൽ അങ്ങ് ഒട്ടിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചത്. അങ്ങനത്തെ കുറച്ച് അപ്പൊ നെയിം സ്ലിപ്പാണ്. അടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതൊന്നും ഞാൻ ഇവിടെ വെക്കട്ടെ. അപ്പം തേർഡ് ഐറ്റം നെയിം സ്ലിപ്പാണ്. അപ്പോൾ ഈ ഫസ്റ്റ് സിപ്പ് ഫുൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. സെക്കൻഡ് സിപ്പിലോട്ടേക്ക് പോവാം. ഇവിടെയാണ് അടുത്ത സെക്കൻഡ് സിപ്പ് വരുന്നത്. നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് സിപ്പിൽ കുറച്ച് ഐറ്റംസ് ആയിരുന്നു വെച്ചിട്ടുള്ളത്. ഇതിലും സെക്കൻഡിലും കുറച്ച് ഐറ്റം. അതിന്റെ യൂണിഫോംസ്, ബുക്ക് അങ്ങനത്തെ ഒന്നും കിട്ടിയിട്ടില്ല. അതൊക്കെ കിട്ടും. അതെല്ലാം ഞാൻ വേറെ വീഡിയോയിലായി ചെയ്യും. നിങ്ങൾക്ക് എൻ്റെ യൂണിഫോം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. അപ്പം ഇതിലെ ആകെ 2 ഐറ്റമാണുള്ളത്. ഞാൻ ഫസ്റ്റ് വന്നത് ഇത് കാണിച്ചത് 3 ഐറ്റം ഉണ്ട്. ഒരു ഗ്ലൂ ആണ്. ഇതിലുള്ള ഞാൻ വെച്ചത് നമുക്കിങ്ങനെ സ്കൂളിലുള്ള ടൈമില് മിസ്സുമാർ ചോദിക്കും എന്തെങ്കിലും ഒട്ടിക്കണമെങ്കിൽ നമ്മളെ അടുത്ത് ഉണ്ടാവില്ല. അപ്പൊ ഒരു ചെറിയൊരു ഗ്ലൂ നമ്മളെ ഉണ്ടെങ്കിൽ അത് നല്ല യൂസ്ഫുൾ ആയിപ്പോ. കണ്ട ഒരു വൈറ്റ് ഗ്ലൂ ആയിട്ടുള്ള ഒരു ഗ്ലൂ ആണ്. ഇപ്പം ഗൈസ് അടുത്തതെന്ന് പറഞ്ഞാൽ പൗച്ചാണ്. എൻ്റെ ഏറ്റവും ഇതിൽ ഇഷ്ടപ്പെട്ടൊരായിട്ട് എനിക്ക് പൗച്ചാണ്. പൗച്ച് ഞാൻ ഉമ്മാനോട് പൗച്ച് വേണമെന്നാണ് കൂടുതൽ പറഞ്ഞത്. എൻ്റെ ഇഷ്ടപ്പെട്ടൊരായിട്ടാണ്. ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കളറിൽ വന്നിട്ടുള്ള ഒരു പൗച്ചാണ് ഇത്. നല്ല നോർമൽ. പക്ഷെ ഇതിന് എനിക്കിത് ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തോ ഒരു മെറ്റീരിയലാണ്. നമ്മൾ സാധാ മെറ്റീരിയൽ അല്ല. ഇതിൽ എന്തോ ഒരു മെറ്റീരിയൽ നല്ല കളർഫുൾ ആണ്. ഇതിൽ ഫുൾ കളറുണ്ട്. പിന്നെ പിങ്ക് നല്ല മൊത്തം ബ്യൂട്ടിഫുൾ ആണ്. കണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇതാണ് ഓപ്പൺ ചെയ്തിട്ട് ഇനി എന്തൊക്കെയുണ്ട് ഞാൻ നിങ്ങൾ പറയാം. നോർമൽ ആയിട്ട് ഉണ്ടാവും എന്താണ് പെൻസിൽ, പിന്നെ പെൻസ്, അങ്ങനത്തെ കുറച്ചായിട്ട് നമ്മൾ പെന്നിൻ്റെ ഒക്കെ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ പൗച്ചിനകത്ത് കുറച്ചേ വെച്ചിട്ടുള്ളൂ. പൗച്ചിനകത്ത് കുറച്ച് വെച്ചത് അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ എടുത്തിട്ട് തീർന്നു പോകും. അത് എനിക്കുള്ളൊരു ഇതാണ് സംഭവം. ഇതാണ് ഇതെന്ന് പറയാം. ഈ പെണ്ണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതിന് നമ്മൾ പറയാറ് മണപ്പെന്നാണ്. ഇതിന് നല്ലൊരു സ്മെല്ലാണ്. നല്ല സ്മെല്ലാണ്. ഒരു എഴുതിക്കഴിഞ്ഞാൽ നമ്മൾ ബുക്കിലൊക്കെ എഴുതിക്കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് എൻ്റെ ഒരു ഇങ്ക് എന്ന് പറയുന്നത് ഡാർക്ക് ബ്ലൂ ആണ്. അപ്പം ബുക്കിലൊക്കെ എഴുതിക്കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. ഇങ്ങനത്തെ 2 പെന്നും. ഇത് നമ്മൾ സാധാ അല്ല. ഇതിന് ഞാൻ ഇന്നോക്സോൺ എന്തോ ഒരു പെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിൻ്റെ അത്ര ഡാർക്ക് ഇല്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു പെന്നാണ്. പിന്നെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പെൻസിലും ഉണ്ട്. ഇതാണ് മെയിൻ ആയിട്ടുള്ള കുറച്ച് ഐറ്റം. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം. ഇതാണ് പറഞ്ഞ സാധനം. ഇനി നമുക്ക് അടുത്ത നോക്കല്ലേ. അടുത്ത കുറച്ച് ഐറ്റംസ് ആണ്. അടുത്ത ഇത് കണ്ടാൽ മനസ്സിലാവും. ഇത് നമ്മളെ സ്റ്റേപ്ലറിന്റെ ഉള്ളിലിടുന്ന ആ സാധനമാണ്. പിന്നാണ് ഇത്. ഇത് വാങ്ങിച്ചത്. ഇത് അത്യാവശ്യമാണ്. നമുക്ക് എന്തെങ്കിലും ക്ലിപ്പൊക്കെ ചെയ്യണമെങ്കിൽ ഇത് അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് സ്കൂളൊക്കെ തുറക്കുമ്പോൾ ഒരു വെരി 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 അത്യാവശ്യം. അതുകൊണ്ട് ഇങ്ങനത്തെ ഇത് ഇവിടെ ഉള്ളത് തന്നെയാണ്. ഞാൻ ഇത് പൗച്ചിലിട്ടെന്ന് പറഞ്ഞു. ഇത് നമ്മൾ വാങ്ങിച്ചതാണ്. എന്താ ഇത് ഞാൻ കാണിച്ചു തരാം. നമ്മളെ മെയിനായിട്ട് നമ്മളെ ബുക്കിൽ പൊതിയിടൂലേ, അതിടുമ്പോൾ അതിന് പിൻ ചെയ്യണമെങ്കിൽ ഇതാണ് മെയിനായിട്ട് വേണ്ട സാധനമാണ്. അതുകൊണ്ട് ഇത് ഇങ്ങനത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തെന്ന് പറയുന്നത് ഷാർപ്നർ കളഞ്ഞു പോയി. ഞാൻ എടുത്തു കൊണ്ടുതരാം. അത് അങ്ങോട്ടുള്ളത്. ഇതാണ് എൻ്റെ റേസർ. കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള റേസർ. ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള എല്ലാ സാധനവും ഭയങ്കര ക്യൂട്ടായിട്ടാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ റേസർ ഇതകത്ത് ക്യൂട്ടായിട്ടുള്ള വെച്ചത്. ഇതിൻ്റെ ഒരു ഡബ്ബ ഉണ്ടായിരുന്നു. അതിനകത്ത് ഇങ്ങനെ പല ഷേപ്പുള്ളതും പല ഓക്കെ.
അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഇറേസർ. ഇതിനകത്ത് ഫുൾ കളർഫുൾ, ഇവിടെ ഒരു ഡാർക്ക് ആയിട്ട് നല്ല ക്യൂട്ട് ആണ്. ഇപ്പുറത്തും അതേ ഡിസൈൻ, ഇപ്പുറത്തും അതേ ഡിസൈൻ വന്നിട്ടുള്ള ഒരു തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഈ പൗച്ചിനകത്തുള്ള അടുത്ത സാധനം. ലാസ്റ്റ് വൺ അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം എന്നാൽ നിങ്ങൾക്ക് മനസ്സിലായത് സ്കെച്ച് പെന്നൊന്നുമില്ല, നമ്മൾ ഹൈലൈറ്റർ ആണ്. ബുക്കിൽ ഇനി 6th ഹൈലൈറ്റർ ഒക്കെ വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാനിത് വാങ്ങിച്ചതാണ്. ഒരു ഗ്രീൻ കളർ ഹൈലൈറ്റർ ഞാൻ ഇവിടെ കാണിച്ചു തരാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു കളറെ. നല്ല ലൈറ്റ് ഗ്രീൻ കളർ ആയിട്ടുള്ളത് ഞാൻ കണ്ട ലൈറ്റ് ഗ്രീൻ കളർ, അത്യാവശ്യം നല്ല ഡാർക്കും പക്ഷേ കുറച്ച് ലൈറ്റും അങ്ങനത്തെ ഒരു കളറാണ് ഇത്. യൂസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനിത് വാങ്ങിച്ചത്. ഇതാണ് നമ്മൾ പൗച്ചിലെ അടുത്ത സാധനം. അടുത്തതായി വരുന്നത് വൈനറാണ്. ഇത് സാധാ ഒരു വൈനർ. ഇതിന് 25 റുപ്പീസാണ്. ഇതിനകത്തുള്ള ഈ ഒരു കുലുങ്ങുന്ന സാധനം ആർക്കൊക്കെയാണ് ഇതിന് ഓപ്പൺ ചെയ്തിട്ട് എടുക്കാനുള്ളൊരു ക്യൂരിയോസിറ്റി അതെനിക്കുണ്ട്. ഞാൻ ഒന്നാക്കി നോക്കിയിട്ടുണ്ട്. നിങ്ങൾ നോക്കി നിങ്ങൾ പറയാം എന്താണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. നമുക്ക് വൈനർ കൂടുതൽ യൂസ് ആകുന്ന സമയം നമ്മൾ മാത്സിനാണ് കൂടുതലും നമുക്കത് വേണ്ടി വരെ. മാത്സിനാണ് ഇത് കൂടുതലും യൂസ് ആണ്. അപ്പോൾ പൗച്ചിലെ ഐറ്റംസ് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. അപ്പം നമുക്ക് ഇത് പെന്നും പെൻസിൽ അങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. നിങ്ങൾ ഇതേപോലെ പൗച്ചും പെന്നും പെൻസിലും അങ്ങനത്തെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായി പറയണേ. അപ്പം നമ്മളെ സെക്കൻഡ് ജിബില് അടുത്ത സാധനം ഞാൻ കാണിച്ചത് 1 by 1 ആയിട്ട് ഞാൻ കാണിച്ചു. നമ്മൾ മസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് ഇതില്ലെങ്കിൽ നമുക്ക് പോകാൻ എന്താണ് ടിഫിൻ ബോക്സ്. ഗൈസ്, ഇതാണ് എൻ്റെ ടിഫിൻ ബോക്സ്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ടിഫിൻ ബോക്സ് ആണ്. ഗൈസ്, ബാക്കിൽ ഒരു മിറർ ഉണ്ട്. മിറർ ഇതിനകത്തൊരു മിററൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. ഇതിനകത്ത് ഇതേപോലെ ഇവിടെ ഒരു ഇതുണ്ട്. നമുക്കിങ്ങനെ കറി അങ്ങനത്തെ വെക്കാൻ പറ്റിയ സംഭവം ഇതാണ്. ഇതിന്റെ അകം എന്ന് പറയുന്നത് നല്ല സ്പേസ് ഉള്ളതാണ്. ഇതാണ് എൻ്റെ ടിഫിൻ ബോക്സ്. അതേപോലെ തന്നെ നമുക്കിതൊന്ന് അടച്ചും കൂടി വെക്കാം. അപ്പൊ നമ്മൾ സെക്കൻഡ് ജിബ് കഴിഞ്ഞു, മുഴുവനായിട്ട് കഴിഞ്ഞു. ഇപ്പൊ സെക്കൻഡ് ജിബ് കഴിഞ്ഞു. അടുത്ത നമുക്ക് തേർഡ് ജിബാണ്. തേർഡ് ജിബ് ഇവിടെയാണ് വരുന്നത്. നമുക്കിത് അൺബോക്സ് ചെയ്താലോ. ഇതിനകത്ത് ഒരൊറ്റ ഐറ്റാണ്, അത് നമുക്ക് മസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടി തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത് പൊതിയാണ്, നമ്മളെ ബുക്കിനൊക്കെ ആക്കുന്ന പൊതി. ഇത് എനിക്ക് മറ്റേ ഇതിന്റെ ഷീറ്റ് ഉണ്ട്, മറ്റേ ഷീറ്റ്. പിന്നെ ഗ്രീൻ കളർ, ഇതൊരു ഗ്രീൻ കളർ. പിന്നെ ഈ ഒരു കളറും ഇതിന്റെ ഇതെന്താ ഓറഞ്ചും ബ്രൗണിലായിട്ടുള്ള ഈ ഒരു കളർ. എനിക്കിതിൽ ഇഷ്ടം ഈ ഒരു കളറായതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇത് എനിക്ക് ഇതൊരു ഇഷ്ടമാണ് ഇതിനോട്. ഇത് പിന്നെ ഇതിന്റെ ഒന്നാ വെച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഞാൻ ഇനിയും വാങ്ങിക്കും. ഇത് ചെറുതല്ല. അപ്പൊ തേർഡ് ജിബ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഫോർത്ത് ജിബിൽ നമുക്ക് തുറക്കാം. ഫോർത്ത് ജിബില് ടിഫിൻ ബോക്സിന്റെ ഒപ്പം തന്നെയുള്ള ഒരു സാധനമാണ്. കാണിച്ചുതരാം. വാട്ടർ ബോട്ടിൽ ഞാൻ വാട്ടർ ബോട്ടിൽ എനിക്ക് ഇങ്ങനത്തെ വാട്ടർ ബോട്ടിലാണ് ഇഷ്ടം. നല്ല ലെങ്ത് ഉണ്ട് ഇതിന്. ഇതിന്റെ കളർ എന്തൊരു കളറാന്ന് വെച്ചാൽ ഒരു ബ്ലൂവും ഗ്രീനും എല്ലാം മിക്സ് ആയിട്ടുള്ള ആ ഒരു കളർ. ഇതിൽ കാണുമ്പോൾ ബ്ലൂ പോലെയാണെങ്കിലും ഇത് എന്തൊരു കളറാണ്. നമ്മൾ ഇതിൽ കാണുന്ന പോലത്തെ കളറല്ല ഇത്. ഇത് നല്ല ടൈപ്പായിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ക്യൂട്ടും നല്ല കളറും
ഇതിനോട് മാച്ചായി പോകുന്നുണ്ട്. അപ്പം നമുക്ക് അപ്പം അടുത്തത് പറയുന്നത് അത് വാട്ടർ ബോട്ടിൽ. ഇനി ഇതിനകത്ത് ഇങ്ങനെ 2 സ്പേസ് ഉണ്ട്. അതേപോലെ ഇത് തുറന്നിട്ട് ഇതിനകത്ത് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. അതിനകത്ത് എന്തൊക്കെ ഞാൻ പറിച്ചിട്ടൊക്കെ. അപ്പം അത് തുറന്നു. ഇതിനകത്ത് കുറച്ച് വേണ്ടപ്പെട്ട ഐറ്റംസ് ആണുള്ളത്. ഞാൻ നേരത്തെ കാണിച്ച പെൻസിലിൻ്റെ ബോക്സ്. ഈ പെൻസിലിൻ്റെ ബോക്സിൻ്റെ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് കുറച്ച് മുന്നേ ആയിരുന്നു നമ്മൾ വാങ്ങിച്ചത്. സ്കെച്ച് പെൻ അങ്ങനെ കുറേ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ ഇത് വെച്ചിട്ട് ഇത് കണ്ട ഇവിടെ ഇങ്ങനെ മൊത്തം ലീക്കായിട്ട് ഇങ്ങനെ ആയതാണ്. ഇത് നല്ല പെൻസിലാണ് കണ്ട, ഇങ്ങനത്തെ ടൈപ്പ് പെൻസിൽ. ഈ പെൻസിലാണ് ഞാൻ അതിനകത്ത് വെച്ചത്. നല്ല പെൻസിലാണെന്ന് തോന്നുന്നു. ഇത് എന്തായാലും ട്രയൽ ചെയ്ത് നോക്കണം. അപ്പോൾ ഒരു പെൻസിലിൻ്റെ ബോക്സ്. പെൻസിൽ ശരിക്കും അത്യാവശ്യമല്ല, എന്നാലും മാത്സിനൊക്കെ പെൻസിൽ വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഒരു പെൻസിലിൻ്റെ ബോക്സ് ഉണ്ട്. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ ഇതാണ്. ഇത് നിങ്ങൾ വിചാരിക്കും ഇതെന്താ അവിടെ ടാപ്പൊക്കെ ഒട്ടിച്ച് വെച്ച് ഇത് പഴയതാണോന്നൊക്കെ. ഇത് പഴയതല്ല, ഇതെൻ്റെ അനിത്യായ ആളോ ഇങ്ങനെ കീറിയതാണ്. നമ്മൾ ഇതിങ്ങനെ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം അത് ഇവിടെ വെച്ച് സ്ഥലത്ത് വെച്ചുതരാം. അത് ഉള്ളെടുത്ത് മൊത്തം ഇതാക്കി. അപ്പോൾ നമ്മളിങ്ങനെ ടാപ്പ് ഇട്ട് ഒട്ടിച്ചതാണ്. പിന്നെ ഇത് ക്രയോൺസ് ആണ്. ഇതിൽ എത്ര ക്രയോൺസ് ഉണ്ട്? 12 ക്രയോൺസ് ആണ് ഇതിലുള്ളത്. സിൽവർ, ഗോൾഡ് അങ്ങനെ പല കളറും ഉണ്ട്. ഞാൻ കാണിച്ചു 13 കളേഴ്സ് ഉണ്ട്. 13 കളേഴ്സ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഇങ്ങനത്തെ പാക്കറ്റ് ആയിട്ട് 13 കളേഴ്സാണ് ഇതിൽ വരുന്നത്. നല്ല അത്യാവശ്യം കുറേ കളേഴ്സും ബ്ലാക്ക് അങ്ങനെ എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ എല്ലാ കളേഴ്സും എല്ലാം ഉണ്ട്. നമുക്കിത് വെക്കാം. നമ്മൾ ഇതൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് വായിച്ചാണ്. അപ്പം നമുക്ക് വേഗം ഇനി ആവശ്യം വരുമെന്നുള്ള ആ സമയത്ത് നമ്മൾ അതെല്ലാം അവിടെ തീർത്ത് വാങ്ങിച്ച് അടുത്തത് ഇതാണ്. ഇതും അതേപോലെ ഇവിടെ കീറി വെച്ചിട്ടുണ്ട് എൻ്റെ അനിയത്തി. അതുകൊണ്ട് ഇങ്ങനെ പ്ലാസ്റ്റർ ടാപ്പ് ഒട്ടിച്ചത്. ഇത് നമ്മളെ ക്രയോൺസിൻ്റെ വേറൊരു ഐറ്റാണ്. ഇതെന്താ പറയുക? കളർ പെൻസിലാണ്. ഇത് മാറിപ്പോയി, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇത് കളർ പെൻസിലാണ്. ഇതിനൊരു ഷാർപ്നർ നമുക്ക് ഫ്രീ ആയി തരുന്നുണ്ട്. ഇതാണ് നമുക്ക് ഇതിനകത്തൊരു ഷാർപ്നർ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. നല്ലൊരു ബ്ലാക്ക് ഷാർപ്നർ. ഇതാണ്. ഇതിൽ നല്ല കുട്ടി കളേഴ്സാണ്. ഇതിൽ വരുന്ന എത്ര കളേഴ്സ് ഉണ്ട്? 12 ഷെയ്ഡ്സ് ആണുള്ളത് ഇതിനകത്ത്. അത്യാവശ്യം എല്ലാതരം കളറും ഇതിനകത്തുണ്ട്. ഇത് എടുക്കുമ്പോൾ സിമ്പിളാണ്, വെക്കുമ്പോഴാണ് ഇതിൻ്റെ പണി മനസ്സിലാവുന്നത്. ഇത് ഇതിനകത്തോട്ട് അങ്ങോട്ട് ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ കളർ പെൻസിൽ. ഇത് നമുക്ക് അടിച്ചു കൊടുക്കാം. അടുത്തത് എന്താണ്? അടുത്ത ലാസ്റ്റ് വൺ. ഇങ്ങനെ ആക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്? ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മളെ സ്കെച്ച് പെൻസ് ആണ്. സ്കെച്ച് പെൻസിൽ നമ്മൾ വാങ്ങിച്ച അത് നമ്മൾ ഇതൊക്കെ വാങ്ങിച്ചത് തന്നെ അത് വാങ്ങിച്ചു. ഇതെല്ലാം നമുക്ക് എന്തായാലും ഉപകാരമുള്ളൊരു സംഭവമാണ്. നമുക്ക് സ്കൂളൊക്കെ തുറന്നാൽ ഇത് മെയിനായിട്ട് നമുക്ക് വേണ്ടതാണ്. അതുകൊണ്ട് ഇത് വാങ്ങിച്ചത്. ഇതിൻ്റെ ഒപ്പം ഗൈസ് ഫുൾ ബാഗിലുള്ള സാധനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. മൊത്തം കഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അങ്ങ് ക്ലിക്ക് ചെയ്യുക. അപ്പം ബൈ ബൈ.